എസിൻ്റെ വെബ്സൈറ്റിൽ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിരവധി പേര് വിളിച്ചു ചോദിച്ചിരുന്നു. ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും എസിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നത്. സാധാരണ പോലെ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി വെബ്സൈറ്റിൽ സൈൻ ഇൻ ചെയ്തതിനു ശേഷം അതിൽ ഡെമോഗ്രാഫിക് ചേഞ്ച് എന്ന് കാണുന്ന ഭാഗത്ത് നമുക്ക് നോക്കാം. ഇവിടെയാണ് മെയിൽ ഐ ഡിയും പാസ്വേഡും അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഭാഗം. ഇതിൽ രജിസ്റ്റർ അപ്ഡേറ്റ് ഇമെയിൽ ഐ ഡി ഓർ മൊബൈൽ നമ്പർ, റിക്വസ്റ്റ് ഫോർ പാൻ കാർഡ് സെൽഫ് സർട്ടിഫിക്കേഷൻ, വ്യൂ മെയിൻ്റനൻസ് റിക്വസ്റ്റ് സ്റ്റാറ്റസ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ ഏറ്റവും ആദ്യം കാണുന്ന ഓപ്ഷനാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. രജിസ്റ്റർ അപ്ഡേറ്റ് ഇമെയിൽ ഐ ഡി ഓർ മൊബൈൽ നമ്പർ എന്ന് കാണുന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇതുവഴിയാണ് നമുക്ക് മെയിൽ ഐ ഡിയും അതുപോലെ മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുക. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഭാഗത്ത് മൊബൈൽ നമ്പർ, മെയിൽ ഐ ഡി തുടങ്ങിയവ കാണാം. അതിൽ പുതിയ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ലാൻഡ് ഫോൺ നമ്പറും നമുക്ക് നൽകാം. പുതിയ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും ലാൻഡ് ഫോൺ നമ്പറും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണെങ്കിലും നമുക്ക് തിരുത്താവുന്നതാണ്. അത് പുതിയ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നൽകിയതിനു ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നമുക്കവിടെ കാണാൻ കഴിയുന്നതാണ്. തൊട്ടു മുകളിലായിട്ട് നിലവിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതും താഴെയായിട്ട് പുതിയതായി നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ നോക്കി കറക്റ്റാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കൺഫേം നൽകുക. തെറ്റായി നൽകിയാൽ നമുക്ക് പിന്നീട് അത് മാറ്റുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കൺഫേം ബട്ടൺ അമർത്തുക. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നൽകിയ റിക്വസ്റ്റിൻ്റെ അക്നോളജ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാം. ഇത് വെച്ച് നമ്മൾ കൊടുത്തത് എത്രത്തോളം അപ്ഡേറ്റ് ആയി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി വ്യൂസിൽ പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലുള്ള മൊത്തം വിവരങ്ങളും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് കാണാവുന്നതാണ്. ക്ലിക്ക് ഹിയർ ടു ബി പാർട്ട് ഓഫ് ഗ്രീൻ ഇനിഷ്യേറ്റീവ് ബൈ ഓപ്റ്റിംഗ് ആനുവൽ ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഓൺ ഇമെയിൽ. ഇതിൽ ക്ലിക്ക് ഹിയർ എന്ന് കാണുന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രാൻ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു OTP വരുന്നതാണ്. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് നൽകുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മുടെ വാർഷിക സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഈ NPSലേക്ക് അടച്ച തുകയുടെ വിവരങ്ങൾ നമ്മുടെ മെയിലിലേക്ക് അയക്കുന്നതാണ്.